അപ്പം ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തീൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ മതി, നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഏട്ടനും അമ്മയും ഞാനി കഴിക്കുന്നതല്ല കേട്ടോ, ഞാനിക്ക് കുറച്ച് പൊട്ടറ്റോ വേവിച്ച് കൊടുത്തതാണ്. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഇങ്ങനെ പാത്രത്തിലിട്ട് കൊടുക്കുക. നിരത്തി വെക്കുന്നത് നോക്കണ്ട, ഏട്ടൻ ഭംഗിക്ക് വെറുതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പിന്നെ നമ്മൾ ക്യാപ്സിക്കം, ഏത് ക്യാപ്സിക്കം ആയാലും മതി, ഞാനിപ്പോൾ ഇവിടെ ഗ്രീനാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഏട്ടനാണ് കേട്ടോ കുക്കിങ്, ഞാനിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഏട്ടൻ ചെയ്യും അങ്ങനെ. അപ്പോൾ അതാ ക്യാപ്സിക്കം ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളി കുറച്ചുകൂടെ അധികം വേണം ഇഞ്ചിനേക്കാളും. അതും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റോ കുരുമുളക് ഫുൾ പൊടിക്കാത്തത് അത് കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ മന്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിറയെ കുരുമുളക് ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടു വെച്ച് ഞാൻ എൻ്റെ ഒരു ഇതിന് ഉണ്ടാക്കിയതാട്ടോ. ഇത് ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് നമ്മുടെ മല്ലി ഇട്ടെടുത്തു. പിന്നെ കുറച്ച് ഏലക്കായ, പിന്നെ ചിക്കൻ മാഗി ക്യൂബാണ് 2 എടുത്തിട്ടുണ്ടായിരുന്നു, 2 ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുക്കുക, നമ്മൾ സാധാ മുളക് പൊടി തന്നെ. പിന്നെ നമ്മൾ ഉണക്കനാരങ്ങ തന്ന ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പപ്പടക്കോല് വെച്ചിട്ട് അതിന് ഓട്ട ഇട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഞാൻ അതൊന്ന് ഓട്ട ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഈ സൺഫ്ലവർ ഓയിലാണ്, അല്ലാതെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പം ആ ഒരു പരന്ന് നിൽക്കുമ്പോൾ അതിനൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ളൊരു ലെവലിൽ കുറച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇത് ഞാൻ അവസാനം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക, കൈ വെച്ചിട്ട് കുഴയ്ക്കുക, നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഏട്ടൻ മിക്സ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഉപ്പ് ഇതൊക്കെ പാകല്ലേന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഈ ചിക്കൻ മാഗി ക്യൂബിന് കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക, അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് ബസ്മതി റൈസ് ഹാഫ് വേവിൽ വേവിച്ചിട്ടില്ല കേട്ടോ. അതിൽ കുറച്ച് കളർ കുറവ് എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് അത്രയ്ക്കും വൈറ്റ് ബസ്മതി റൈസ് ഇല്ലായിരുന്നു, കുറച്ച് യെല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനാണ് കളർ ചെറുതായിട്ട്, മന്തിക്ക് അത്ര കുഴപ്പമില്ലല്ലോ, എന്നാൽ നമ്മൾ കളർ മഞ്ഞയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിത് റൈസിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാട്ടോ ഒഴിച്ചേ. പിന്നെ റെഡ് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി കലക്കിയതും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് റോ കുരുമുളക് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് കുത്തി വയ്ക്കാം, അതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് കേട്ടോ. പച്ചമുളകും കുത്തി വെച്ച് കൊടുത്തിട്ട് അടയ്ക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് നല്ല തീയിൽ ഒരു 10 മിനിറ്റൊക്കെ, ഇത് കുക്കറിൽ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി ഒക്കെ. പിന്നെ റൈസ് ഞാൻ ഇവിടെ കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ചെയ്തെന്നുള്ളൂ. കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ടൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നി വേറെ അധിക സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു 10 മിനിറ്റ് ഫുൾ സ്പീഡിലും പിന്നെ സിമ്മിലും അങ്ങനെ കഴിച്ചു. എന്നിട്ട് റൈസ് മാറ്റി, ചിക്കനും മാറ്റി. എന്നിട്ട് അപ്പോൾ നമ്മൾ ആദ്യം റൈസ് മൊത്തമായിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചു, അതിൻ്റെ ഇടയിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി. അപ്പോൾ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ പാത്രത്തിൽ അതിൻ്റെ ഗ്രേവീൻ്റെ കൂടെ ഇട്ടിട്ട് ആ റൈസൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്തു. അപ്പോൾ റൈസിനൊക്കെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ നമുക്കിത് മൊത്തമായിട്ടൊന്ന് സ്മോക്കിൻ്റെ ഒരു ടേസ്റ്റ് വരണമല്ലോ. ഇവിടെ നമ്മൾ കരി ഉണ്ടാവുമല്ലോ, നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നത്, അതെടുത്തിട്ടൊന്ന് കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ വെച്ചിട്ടൊന്ന് സ്മോക്കിന് വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഒരു ലുക്ക് കേട്ടോ. ഇപ്പോൾ ഏട്ടനും അമ്മയും, ഏട്ടനത് വിളമ്പാനും ഞാൻ ഇരിക്കാനും വീഡിയോ എടുക്കാനും ഒന്നും നേരില്ല. അപ്പോഴത്തേക്ക് കഴിച്ച് അത്രയായിട്ടോ, ഒരു സെക്കൻഡ് കൊണ്ട് അത്രയും കഴിച്ചു കഴിഞ്ഞു. പിന്നെ അമ്മ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിക്ക് അവിടെ കുറച്ച് പൊട്ടറ്റോ വേവിച്ച് കൊടുത്തതാണ്.